പഠിച്ചോനെ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിൻ എങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. നോക്കണ്ടടാ ഉണ്ണി, കണ്ടത് കറക്റ്റ് ആണ്. അവിടെ ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. അപ്പോ ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു ഡ്രൈവർ ഇല്ലാത്ത ടാക്സി. ഹബീബി, കം ടു ദുബായ്. മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി. എന്തായാലും നമ്മുടെ സ്വന്തം പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമെന്ന് ഒന്ന് നേരിട്ട് തന്നെ കണ്ടറിയാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര ദുബായ് RTA ഏറ്റവും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ കാണാനും അതിൽ ഒരു റൈഡ് സംഘടിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ടു. ദുബായ് ജുമൈറ ഭാഗത്ത് നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ആദ്യം ചെയ്യേണ്ടത് അപ്പോളോ ഗോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഐഫോണിൽ മാത്രമാണ് ഇത് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളിൽ ആ ആപ്പ് ലഭ്യമല്ല. ലെസ് ദാൻ 5 മിനിറ്റ്സ് ആണ്. നമുക്ക് യൂബർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ലെസ് ദാൻ 5 മിനിറ്റ്സ് മാത്രമാണ് വെയിറ്റിംഗ് ടൈം. ഞങ്ങളിതാ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ കാറ് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതാ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ഇല്ല ടാക്സി. നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് വണ്ടികൾ പോലെയൊക്കെ ഇരിക്കും അതിൻ്റെ ഒരു രൂപമൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ മുന്നിൽ ഒരാൾ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തുള്ള സീറ്റിൽ ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ട്രയൽ റൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ വേണ്ടി ഒരാൾ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം ഡ്രൈവിംഗ് ഒരു പരിപാടിയും ചെയ്യുന്നില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് എൻ്റർ ചെയ്താൽ മാത്രമാണ് ഡോറ് തുറക്കുക. അതിനുശേഷം 2 പേർക്ക് മാത്രമാണ് ഒരു സവാരിയിൽ പോകാൻ പറ്റുക, പിന്നിലത്തെ 2 സീറ്റിൽ. എല്ലാം സ്ക്രീനിലാണ്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ സ്ക്രീനിൽ ലോക്ക് ദ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ ഡോറ് പതുക്കെ അടയ്ക്കും. അപ്പോൾ ഒന്നും മാനുവൽ അല്ല, എല്ലാം നമുക്ക് സ്ക്രീനിലുള്ള പരിപാടികളാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഡ്രൈവറില്ല ടാക്സി പോയി തുടങ്ങി, ഓടിത്തുടങ്ങി. ആദ്യം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ജുമൈറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള റോഡാണ്. 2 സൈഡിലും പല വണ്ടികളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആൾ വളരെ പ്രിസൈസ് ആയിട്ട് ഇത് നോക്കി. ഒരു നമ്മുടെ സിഗ്നലിലൊക്കെ എത്തുന്ന സമയത്ത് റെഡ് ആണെങ്കിൽ അവിടെ നിൽക്കും, ഗ്രീൻ ആണെങ്കിൽ പോവും. ശരിക്കും ഒരു ഡ്രൈവർ സത്യത്തിൽ അതിനേക്കാൾ കൂടുതൽ ആക്യുറസി എന്ന് പറയണം. വളരെ പെർഫെക്റ്റായി നല്ല രീതിയിലാണ് നമ്മുടെ ഡ്രൈവറില്ല ടാക്സി ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പേടിയൊക്കെ പമ്പ കടന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു U-ടേൺ വന്നേ. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇദ്ദേഹം U-ടേൺ തിരിക്കുക എന്നുള്ളത്. നോക്ക്, പക്ഷെ വളരെ അടിപൊളിയായി U-ടേൺ ഒക്കെ തിരിച്ച് നല്ല അന്തസ്സായി തന്നെ മൂപ്പര് ഓടിച്ചു. അടിപൊളി. ഇതിന് മസാജൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല, അതായത് ഇതാ കണ്ടോ എന്താണ് സംഭവം. So you pick it and then you choose your massage type. And accordingly you can choose the intensity. Yes. ബട്ടർഫ്ലൈ, ലംബാർ, ഹീറ്റ്, ബാക്ക് സെറ്റ്. ഹീറ്റ് ഇപ്പോ വേണ്ട. എനിക്ക് എന്തായാലും നല്ല മസാജ് ബാക്കിൽ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നില്ല. അവിടെ കിട്ടുന്നില്ല. ഓർഗനൈസ് ചെയ്തത് മാത്രം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഇപ്പൊ ഐഫോണിൽ മാത്രമാണ് കേട്ടോ കിട്ടുന്നത്. എന്തൊക്കെയോ എത്താറായി. വേഗം കെട്ടിയും പാണ്ടൊക്കെ കെട്ടിക്കോളാൻ പറയുന്നുണ്ട്. വേഗം പാക്ക് ചെയ്തോളൂ. അതെ റെഡിയായി, എത്താറായി. വേഗം ചാടി ഇറങ്ങി ഓടിക്കോന്ന് പറയുന്നുണ്ട്. പെട്ടിയും പാണ്ടോ ഒന്നും മറക്കാതെ എടുക്കണം എന്നൊക്കെ ചേച്ചി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരി. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. നമ്മുടെ കാറ് പതുക്കെ പാർക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ദുബായിൽ നടക്കുന്ന ഈ ഡ്രൈവറില്ല ടാക്സികളുടെ ട്രയൽ റൺ പൂർണ്ണമായിട്ട് സൗജന്യമാണ്. ഒരു പൈസ പോലും അവർ വാങ്ങിക്കുന്നില്ല. ഒരു സവാരിയിൽ 2 പേർക്ക് മാത്രമാണ് പോകാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം പോയത് ഞാനും എൻ്റെ ഫ്രണ്ട് അഞ്ജനയുമാണ്. അതിനുശേഷം വത്സലേച്ചിനെയും പാപ്പുവിനെയും കൂടി നമ്മൾ വിട്ടു. അപ്പോൾ അങ്ങനെ 2 റൈഡ് ഞങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എന്തായാലും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. വൈകാതെ ദുബായിയുടെ നിരത്തുകളിൽ ഇത്തരത്തിൽ ധാരാളം ഡ്രൈവറില്ല ടാക്സികൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ടാക്സിയെ നമ്മൾ ടാറ്റ പറഞ്ഞ് യാത്രയാക്കി.